ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കലാപഠന സഹായി സ്റ്റാൻഡേർഡ് 8 നൃത്തവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് നൃത്തരൂപങ്ങളും പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒപ്പം നാടകത്തിൻ്റെ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സീരീസ് 5 മുതൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നൃത്തം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ ആരെങ്കിലും അൺഅക്കാഡമിയിൽ ക്ലാസ്സുകൾ കാണുന്നുണ്ട് എങ്കിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമുക്ക് സൗജന്യ ക്ലാസ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അൺഅക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കാം. ഇപ്പോൾ അൺഅക്കാഡമിയിൽ ഏത് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാലും 20% ഓഫർ വരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് 20% കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റിൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. 26-ാം തീയതി മുതൽ സെപ്റ്റംബർ 30-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ വാലിഡിറ്റി ഉള്ളത്. താല്പര്യമുള്ളവർ അത് എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ അൺഅക്കാഡമിയിൽ റണ്ണിംഗ് ആയിട്ടുള്ള ബാച്ച് കോഴ്സുകൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടുള്ള സെപ്റ്റംബർ 29-ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ജേതാവ് സെപ്റ്റംബർ 22-ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന LP UPക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാച്ച് കോഴ്സ്. ഒപ്പം തന്നെ ലക്ഷ്യം SCRT ക്ലാസ് 11 അതുപോലെ തന്നെ ക്ലാസ് 12-ന് വേണ്ടിയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം മിഷൻ 2023 12നും ഡിഗ്രിക്കും വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ് അൺഅക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കുക. ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഒപ്പം നമ്മളുടെ ഈ ഒരു ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും PSCയിലെ പല ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അറബനമുട്ട എന്ന കലാരൂപത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഇമേജിൽ കാണാം, കൂടുതലായിട്ട് നമ്മൾ അറബനമുട്ടുകളൊക്കെ സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ കണ്ടിട്ടുള്ളവരാണ് അല്ലേ. നമുക്കറിയാം മുസ്ലിം ജനതയുടെ പ്രചാരത്തിലുള്ള ഒരു ഭക്തിരസ പ്രധാനമായിട്ടുള്ള കലാരൂപമാണ് ഈ അറബനമുട്ട എന്ന് പറയപ്പെടുന്നത് അല്ലെ. അപ്പം മുസ്ലിം സമുദായത്തിലെ ഭക്തി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടാണ് അറബനമുട്ടിന് പ്രചാരമുണ്ടായത്. അപ്പം ഈ കളിക്കുന്ന ഈ അറബനമുട്ട് ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരു വാദ്യോപകരണമാണത്. അതിൻ്റെ പേരാണ് അറബന എന്ന്. ഓക്കെ, ഈ അറബന നമ്മൾ എന്ത് ചെയ്യും? കുട്ടികൾ ഇങ്ങനെ കൈവച്ച് കൊട്ടിയിട്ടാണ്, ഇത് കൈകൊണ്ട് കൊട്ടി ഇങ്ങനെ മുട്ടിയൊക്കെയാണ് അവരത് കളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ അറബന നിർമ്മിക്കുന്നത് മരച്ചട്ട കൊണ്ടാണ്. എന്താണ്? മരച്ചട്ട കൊണ്ടാണ് അറബന നിർമ്മിക്കുന്നത്. തോൽ കൊണ്ടാണ് ഈ മരച്ചട്ട പൊതിയുന്നത്. തികഞ്ഞ ഭാവ അഭ്യാസ പ്രകടനം വെളിവാക്കുന്ന ഒരു കലാരൂപമാണ് അറബനമുട്ട എന്ന് പറയുന്നത്. വിവര സാങ്കേതിക വിദ്യ സാധ്യത ഉപയോഗിച്ച് ഈ കലാരൂപങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലെ കുട്ടികളോട് ഇതിനെക്കുറിച്ച് അനുകരിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അറബനമുട്ട മുസ്ലിം ജനതയുടെ പ്രധാനമായിട്ടുള്ളൊരു ഭക്തിരസ പ്രധാന കലാരൂപമാണ്. അറബന എന്ന വാദ്യോപകരണമാണ് ഉപയോഗിക്കുന്നത്. മരച്ചട്ട കൊണ്ടാണ് അറബന നിർമ്മിക്കുന്നത്. തോൽ കൊണ്ട് മരച്ചട്ട പൊതിയുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് തിറയാട്ടം എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ കുറിച്ചിട്ടാണ്. തിറയാട്ടം നമ്മളുടെ കേരളത്തിലെ തെക്കൻ മലബാറിൽ പ്രധാനമായിട്ടും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കാവുകളിലും അതേപോലെ തന്നെ തറവാട്ടിലൊക്കെ വർഷം തോറും നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം എന്ന് പറയപ്പെടുന്നത്. ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് കോലം കെട്ടിയാടുന്ന വർണ്ണാഭവും ഭക്തിനിർഭരവുമായ ഗോത്ര കലാരൂപമാണിത്. നൃത്തവും അഭിനയക്രമങ്ങളും ഗീതങ്ങളും വാദ്യഘോഷങ്ങളും മുഖത്തെഴുത്തും മെയ്യെഴുത്തും ആയോധന കലയും അനുഷ്ഠാനങ്ങളും സമന്വയിക്കുന്ന ചടുലമായ ഗോത്ര കലാരൂപമാണ് തിറയാട്ടം എന്ന് പറയപ്പെടുന്നത്. വേഷക്കുരുത്തോല, പാള, മുള, ചിരട്ട, തടി എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. ചെണ്ട, ഇലത്താളം, തുടി, കുഴൽ തുടങ്ങിയാണ് വാദ്യങ്ങൾ. ചൂട്ടുവെളിച്ചത്തിൽ കാവുമുറ്റങ്ങളിൽ അരങ്ങേറുന്ന ഈ ദൃശ്യവിസ്മയം തെക്കൻ മലബാറിന്റെ തനതായിട്ടുള്ളൊരു കലാരൂപമാണ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ ചോദിക്കാം, ഈ പറയുന്ന തിറയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതെന്ന് ചോദിക്കാം. ചെണ്ട ഉപയോഗിക്കുന്നുണ്ട്, ഇലത്താളം ഉപയോഗിക്കുന്നുണ്ട്, തുടി ഉപയോഗിക്കുന്നുണ്ട്, കുഴൽ ഉപയോഗിക്കുന്നുണ്ട്. തിറയാട്ടം പ്രധാനമായിട്ടും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് കണ്ടുവരുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അർജുന നൃത്തത്തെ കുറിച്ചിട്ടാണ്. അർജുന നൃത്തം പ്രധാനമായിട്ടും ഈ അർജുന നൃത്തം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ
ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന, എന്നാൽ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ചില സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാരൂപമാണ് അർജുന നൃത്തം എന്ന് പറയപ്പെടുന്നത്. അപ്പം ദേവീക്ഷേത്രങ്ങളിലെ തൂക്കം എന്ന നേർച്ച ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. ഓക്കെ, തൂക്കം എന്ന നേർച്ച ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ദേവീക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചിരുന്നതാണ്. 2 പേർ ചേർന്നിട്ടാണ് ഈ നൃത്തം നടത്തുന്നത്. പ്രധാനമായിട്ടും പുരാണത്തിലെ കഥകളൊക്കെ ആസ്പദമാക്കിയിട്ടാണ് പാട്ടുകൾ ഉപയോഗിക്കുന്നത്. പാട്ടുകൾക്ക് കവിത്തങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ പാട്ടുകൾക്കാണ്, അർജുന നൃത്തത്തിലെ പാട്ടുകൾക്ക് കവിത്തങ്ങൾ എന്നാണ് പറയുന്നത്. നൃത്തങ്ങളും കവിത്തങ്ങളും താളത്തിന്റെ പ്രധാനമാണ്. ഒരു രാത്രി മുഴുവനും പ്രകടനം നീണ്ടു നിൽക്കുകയും ചെയ്യും. പ്രത്യേകം പണി കഴിപ്പിച്ചിട്ടുള്ള ചാടുകളിൽ കയറി നിന്നാണ് അർജുന നൃത്തം ചെയ്യുന്നത്. മുഖത്ത് പച്ച തേച്ച് പ്രത്യേക തരം കിരീടം വെച്ച് ചുവന്ന കുപ്പായം, കടകം തുടങ്ങിയ ആഭരണങ്ങളും അണിഞ്ഞ് കാലിൽ കച്ചമണി കെട്ടി കഥകളിയുടെ ഉടുത്തുകെട്ടിന്റെ സ്ഥാനത്ത് മയിൽപീലിയും, ഇങ്ങനെ മയിൽപീലി നൃത്തം എന്ന പേരും വരികയും ചെയ്തു. കളരി അഭ്യാസം ആവശ്യമായ ഒരു കലാരൂപമാണ് അർജുന നൃത്തം. അപ്പൊ കളരി അഭ്യാസം ആവശ്യമായ കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ അർജുന നൃത്തമാണ്. ഒപ്പം ദേവീക്ഷേത്രങ്ങളിൽ തൂക്കം എന്ന നേർച്ച ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് അർജുന നൃത്തം അവതരിപ്പിക്കുന്നത്. പിന്നെ ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ് ഇത് ഒരു കാലത്തെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. അർജുന നൃത്തത്തിലെ പാട്ടുകൾക്ക് നമ്മൾ പേര് പറയും, കവിത്തങ്ങൾ എന്ന് പറയുന്നു അല്ലെ. അപ്പം മുഖത്ത് പച്ചയാണ് തേക്കുന്നത്. അതുപോലെ തന്നെ മയിൽപീലി നൃത്തം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രശസ്തരായിട്ടുള്ള നൃത്തവുമായി ബന്ധപ്പെട്ട പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് നമുക്ക് നോക്കാം. PSCയുടെ പല പരീക്ഷകളിലും ചോദിച്ചു കാണുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അമ്മന്നൂർ മാധവ ചാക്യാർ. ചോദിക്കാം, അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? കേരളത്തിൽ അറിയപ്പെടുന്ന കൂടിയാട്ട കലാകാരനാണ് അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന് പറയുന്നത്. കൂടിയാട്ടത്തിന്റെ കുലപതി, നോക്കിക്കേ, കൂടിയാട്ടത്തിന്റെ കുലപതി, കുലഗുരു എന്നീ വിശേഷണങ്ങളിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. അപ്പൊ കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാറാണ്. ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്തേക്ക് വന്ന വ്യക്തിയാണ്. 11ാം വയസ്സിൽ മലപ്പുറം ജില്ലയിലെ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അരങ്ങേറ്റം തുടങ്ങുന്നത്. അമ്മന്നൂർ പാച്ചു ചാക്യാരും അമ്മന്നൂർ വലിയമാവ ചാക്യാരുമായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുക്കളായി മാറി. ശേഷം അദ്ദേഹം 3 വർഷത്തോളം തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തില് പരിപാടി അവതരിപ്പിച്ചിട്ടോ. അപ്പോൾ കൂത്തമ്പലത്തിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ഓർത്തു വയ്ക്കുക. ഒരുപാട് ആട്ടപ്രകാരങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൂടിയാട്ടത്തെ ലോക പ്രശസ്തമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ്. അപ്പം ഒപ്പം തന്നെ യുനെസ്കോയുടെ കൂടിയാട്ടത്തെ മാനവരാശിയുടെ അമൂല്യ പൈതൃക സ്വത്തെന്ന നിലയിൽ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ യുനെസ്കോ അംഗീകരിച്ചൊരു കലാരൂപമാണ് കൂടിയാട്ടം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഏതാണ്? കൂടിയാട്ടം. ഒപ്പം തന്നെ മുടിയേറ്റും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപമാണ്. 2 കലാരൂപമാണ് കേട്ടോ. ശരി, അപ്പം ഇത്രയും ഓർത്തു വയ്ക്കുക. കൂടിയാട്ടത്തിന്റെ കുലപതി കുലഗുരു. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഗുരുമാണി മാധവ ചാക്യാർ. അപ്പൊ ഗുരുമാണി മാധവ ചാക്യാർ എന്ന് പറയുന്നത് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള രംഗകലാകാരനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു. ഒപ്പം തന്നെ മഹാനായ ചാക്യാർ കൂത്ത് കലാകാരനും കൂടിയാട്ടം കലാകാരനും കൂടിയായിരുന്നു ഗുരുമാണി മാധവ ചാക്യാർ എന്ന് പറയുന്നത്. പാരമ്പര്യമനുസരിച്ചുള്ള എല്ലാ കൂടിയാട്ടങ്ങളിലും ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രബന്ധങ്ങളിലും അദ്ദേഹം വിചക്ഷണായിരുന്നു. കൂടിയാട്ടത്തെയും ചാക്യാർ കൂത്തിനെയും കുറിച്ചുള്ള എല്ലാ ആശയങ്ങളും സമ്പ്രദായങ്ങളും വ്യവസ്ഥകളും ലളിതവും ശാസ്ത്രീയമായി സാധാരണക്കാരനും മനസ്സിലാക്കി തരുന്നതിൽ അദ്ദേഹം പ്രത്യേകം പങ്കുവഹിച്ചു. ഭാരതമുനിയുടെ നാട്യശാസ്ത്രവും കേരളത്തിലെ പലവിധ അഭിനയ സമ്പ്രദായങ്ങളും അദ്ദേഹം ഗാഢമായി പഠിക്കുകയും കൂടിയാട്ടത്തിന്റെ ശാസ്ത്രത്തിനും അവതരണത്തിനും അദ്ദേഹത്തിന്റെ അവഗാഹം മികച്ചതായിരുന്നു. അഭിനയത്തിന്റെ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഗുരുമാണി മാധവ ചാക്യാർ എന്ന് പറയുന്നത് കേരളത്തിലുള്ള പ്രശസ്തനായ രംഗകലാകാരൻ, സംസ്കൃത പണ്ഡിതൻ, മഹാനായ ചാക്യാർ കൂത്ത് കലാകാരനും കൂടിയാട്ടം കലാകാരനുമായിരുന്നു ഗുരുമാണി മാധവ ചാക്യാർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ ആണല്ലോ. അപ്പം തന്നെ അഭിനയത്തിന്റെ ചക്രവർത്തി എന്ന് അറിയപ്പെട്ട വ്യക്തി ആരാണ്? ഗുരുമാണി മാധവ ചാക്യാറാണ്. ഗുരുമാണി മാധവ ചാക്യാറാണ്.
ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കനക്-റെലയെ കുറിച്ചിട്ടാണ്. കനക്-റെല എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്നുള്ള പ്രശസ്തനായ ഒരു ശാസ്ത്രീയ നൃത്ത കലാകാരിയായിരുന്നു കനക്-റെല. മോഹിനിയാട്ടം അടക്കമുള്ള വിവിധ ശാസ്ത്രീയ നൃത്തരൂപങ്ങളെ പരിശോധിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ മാനിച്ച് ഭാരത സർക്കാർ അവരെ പത്മശ്രീ പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചു. മുംബൈ കേന്ദ്രമാക്കി നളന്ദ നൃത്ത ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടറും നളന്ദ നൃത്തകലാ മഹാവിദ്യാലയയുടെ സ്ഥാപക പ്രിൻസിപ്പാളുമാണ്. നൃത്തകലയിലെ ഗവേഷണത്തിലൂടെ ബോഡി കൈനക്സ് ഇൻ ഡാൻസ് എന്ന ആശയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കനക്-റെല ഏത് മേഖലയിൽ ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്രീയ നൃത്ത കലാകാരിയാണ് അല്ലെ. അപ്പോൾ മോഹിനിയാട്ടം അടക്കമുള്ള വിവിധ ശാസ്ത്രീയ നൃത്ത രൂപങ്ങളെ പരിശോധിക്കാനുള്ള ശ്രമങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് ഭാരത സർക്കാർ പത്മശ്രീ പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് റാണി കർണയെ കുറിച്ചിട്ടാണ്. റാണി കർണയുടെ വേഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടാണ്? കഥക് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ ചെറിയ പ്രായത്തിൽ മുതൽ കഥകളി, ഒഡീസി, ഭരതനാട്യം തുടങ്ങിയ നൃത്തരൂപങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി. നൃത്താചാര്യ നാരായൺ പ്രസാദ്, സുന്ദർ പ്രസാദ് എന്നിവരായിരുന്നു ആദ്യകാല അധ്യാപകർ. ഗുരു ഹരിലാലിന്റെ കീഴിലാണ് പണ്ഡിറ്റ് ബ്രിജു മഹാരാജന്റെ കീഴിൽ ലക്നൗ ഘരാനയും പഠിച്ചിട്ടുണ്ട്. റാണി കർണ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒരുപാട് ക്ലാസിക്കൽ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2014 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ അവസാന നൃത്ത പ്രകടനം 2013 2018 റാണി കർണ അന്തരിച്ചു. അപ്പൊ റാണി കർണ ഏത് മേഖലയിൽ പ്രശസ്തയാണ്? കഥക് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് വെമ്പട്ടി ചിന്നസത്യം. ഏതാണ്? കുച്ചിപ്പുടി കേട്ടോ. കുച്ചിപ്പുടി ആചാര്യനാണ്. കുച്ചിപ്പുടി ആചാര്യത്തിന് ഈ പറയുന്ന നൃത്തരൂപത്തിന് കൂടുതലായിട്ടുള്ള പ്രചാരം നൽകിയ വ്യക്തിയാണ്. അദ്ദേഹം ആന്ധ്രയിലെ കുച്ചിപ്പടിയിലാണ് ജനിച്ചത്. ചെന്നൈയിൽ കുച്ചിപ്പുടി ആർട്സ് അക്കാദമി സ്ഥാപിച്ച വ്യക്തിയാണ്. ചെന്നൈയിൽ കുച്ചിപ്പുടി ആർട്സ് അക്കാദമി സ്ഥാപിച്ചത് ആരാണ്? ആന്ധ്ര സർക്കാർ കാളിദാസ് സമ്മാനവും തമിഴ്നാട് സർക്കാർ കുലൈമാമണി പുരസ്കാരവും നൽകി ആദരിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ വെമ്പട്ടി ചിന്നസത്യം കുച്ചിപ്പടി ആചാര്യനാണെന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് രുക്മിണി ദേവി അരുണ്ടേലിനെ കുറിച്ചിട്ടാണ്. രുക്മിണി നൃത്ത വിദഗ്ധയും അതേപോലെ തന്നെ സംഗീത വിദീഷയുമാണ് രുക്മിണി അരുന്തോൾ. മധുരക്കാരിയാണ്. ഇന്ത്യയിലെ നൃത്തങ്ങളെക്കുറിച്ചും പാശ്ചാത്യ നൃത്തങ്ങളെക്കുറിച്ചും പഠിച്ച് ഭരതനാട്യം അഭ്യസിച്ച വ്യക്തിയാണ്. 20കളിൽ വളരെ മോശപ്പെട്ട കലയെ കണക്കാക്കിയിരുന്ന ഭരതനാട്യത്തെ ബഹുജന ശ്രദ്ധയിലെത്തിച്ച് രുക്മിണി ദേവിയാണ്. പത്മഭൂഷൺ, ദേശീയോത്തമ പ്രമാണിച്ച് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കലകൾക്ക് ഉപരി രുക്മിണി ദേവി ഒരു മൃഗസ്നേഹിയും അവയുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നർത്തകി ആരാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. രുക്മിണി ദേവി അരുണ്ടേലാണ് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നർത്തകി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നാടകത്തെ കുറിച്ചിട്ടാണ്. ഇതോടുകൂടി കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു പോർഷൻ തീരും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാവാലം നാരായണ പണിക്കരെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാവാലം നാരായണ പണിക്കർ ആലപ്പുഴ ജില്ലക്കാരനാണ്. ഒപ്പം അദ്ദേഹം സമ്പ്രദായത്തിന് അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള ഒരു രീതിയാണ് ഏത്? നാടകവേദി എന്ന അവതരണ സമ്പ്രദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഒരു നാടക പ്രവർത്തനായിരുന്നു. തനത് എന്ന വാക്കിന് പ്രാദേശിക സാംസ്കാരിക പൈതൃകം എന്നാണ് വിവക്ഷ വരുന്നത്. കേരളത്തിലെ സമ്പന്നമായ രംഗകലാ പാരമ്പര്യത്തിൽ നിന്ന് ഊർജം കൈവരിച്ച് വളരുന്ന ഒരു നാടകവേദി എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നതിന് തനത് നാടകവേദിയുടെ അന്വേഷണം വരുന്നു. 2014 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വവും 2007 പത്മഭൂഷൺ ബഹുമതിയും 2009 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചു. ഇനി നോക്കിക്കേ, സാക്ഷി, തിരുവാഴിത്താൻ, അവനവൻ കടമ്പ, കരിംകുട്ടി, കൈക്കുറ്റപ്പാട്, ഒറ്റയാൻ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങൾ. അപ്പം കാവാലം നാരായണ പണിക്കരുടെ പ്രധാനമായിട്ടുള്ള നാടകങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അടുത്തത് രാമചന്ദ്ര പുലവറെ കുറിച്ച് പറയാണ്. പ്രശസ്ത തോൽപ്പാവക്കൂത്തുകാരൻ. അപ്പം രാമചന്ദ്ര പുലവർ ഏത് കലാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോൽപ്പാവക്കൂത്ത്. പാലക്കാടുകാരനാണ്. 1982 മുതൽ 5 വർഷം മഹാരാഷ്ട്രയിൽ പാവക്കൂത്ത് പരിശീലനം ലഭിച്ച വ്യക്തിയാണ്. ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്.
88 കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ജൂനിയർ ഫെലോഷിപ്പും 2005 സീനിയർ ഫെലോഷിപ്പും 2012 കേരള ഫോക്ലോർ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. മകൻ രാജീവ് പുലവരും ഈ രംഗത്തിൽ പ്രശസ്തനാണ്. അങ്ങനെ നമ്മളുടെ 8ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. നാളെ നമ്മൾ അടുത്ത സീരീസിലെ 9ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു സീരീസ് ഫുൾ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.